ഉപദേശിക്കാൻ വരുന്നവർക്ക് മുന്നറിയിപ്പുമായി തൃശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി. സിനിമാ അഭിനയം തുടരും. എംപി എന്ന നിലയിൽ ഉദ്ഘാടനങ്ങൾക്ക് ആരും വിളിക്കേണ്ട. പ്രതിഫലം വാങ്ങി മാത്രമേ അത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുകയുള്ളൂ. തൃശൂർ ഏങ്ങണ്ടിയൂരിൽ സ്വീകരണ പരിപാടിയിലാണ് സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കിയത്. തൃശൂർ എംപിയായി വിജയിച്ചതിന് ശേഷം തന്നെ ഒരുപാട് പേർ ഉപദേശിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അത്തരത്തിലുള്ള ഉപദേശം തനിക്ക് ആവശ്യമില്ല. ജനങ്ങൾക്ക് ഉപകാരം ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് തന്റെ ഉദ്ദേശം. ഉപദേശകർക്കുള്ള മറുപടിയും സുരേഷ് ഗോപി തന്നെ നൽകി. ഒരു പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആ പാർലമെന്റേറിയന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് പാർലമെന്റിലെ വിപ്പും സ്പീക്കറും ഒക്കെ നിശ്ചയിക്കും. അതനുസരിച്ച് പോകാൻ പറ്റൂ. ഉപദേശകർക്കൊന്നും അവിടെ പുല്ലുവില പോലും ഇല്ല. കുത്തിത്തിരിപ്പുകാർ ഒരുപാടുണ്ടെന്ന് സുരേഷ് ഗോപി ഇതിനോടകം തന്നെ മനസ്സിലാക്കി. കൂട്ടത്തിലുള്ളവർക്കും പ്രസംഗത്തിൽ ഒരു താങ്ങ്. കുത്തിത്തിരിപ്പുകാർ ഒരുപാടുണ്ടാവും, നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാവും. ആ സതുദ്ദേശം കൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായ നന്മയെ തടസ്സം വയ്ക്കുന്ന ഒരു കുത്തിത്തിരിപ്പിനും നമ്മൾ വളമിട്ട് കൊടുത്തുകൂടാ. തൃശ്ശൂര് ഇങ്ങോട്ട് തന്നത് എങ്ങനെങ്കിലും തട്ടിപ്പറിക്കാൻ വേണ്ടി ഒക്കെ ഒരുപാട് സംഘങ്ങൾ ചുറ്റും കിടന്ന് വേവലാതി പൂണ്ട് അല്ലേ പെരിച്ചാഴികളെ പോലെ ഓടി നടക്കുന്നുണ്ട്. അവരെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കരുത്. അവരെ ഒന്നും എൻ്റെ അടുത്തേക്ക് കടത്തിവിടരുത്. സിനിമാ താരങ്ങൾ സാധാരണ ഉദ്ഘാടനങ്ങൾക്ക് പ്രതിഫലം വാങ്ങിയാണ് പങ്കെടുക്കാറുള്ളത്. എം പി എന്ന പേരിൽ ഇനി തന്നെ കൊണ്ടുപോയി പ്രതിഫലം നൽകാതെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് ആരും കരുതേണ്ടെന്ന മുന്നറിയിപ്പും സുരേഷ് ഗോപി നൽകുന്നു. കൃത്യമായി പ്രതിഫലം വാങ്ങി ആ പണം ജനങ്ങളിലേക്ക് എത്തിക്കും. ഏതെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോ എം പിയെ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട. അവിടെ സിനിമാ നടനായിട്ട് മാത്രമേ അതിനുള്ള യോഗ്യമായ ശമ്പളം എൻ്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകും. ആ കാശിൽ നിന്ന് നയ പൈസ ഞാൻ എടുക്കില്ല. അതെന്റെ ട്രസ്റ്റിലേക്ക് പോകും. ജനപ്രതിനിധിയായാലും സുരേഷ് ഗോപി എന്ന ആക്ഷൻ ഹീറോയുടെ സിനിമകൾ ഇനിയും ഒരുപാട് കാണാം. ഈ ഉറപ്പ് സുരേഷ് ഗോപി തന്നെയാണ് ഏങ്ങണ്ടിയൂരിൽ വെച്ച് പാർട്ടി പ്രവർത്തകർക്ക് മുൻപിൽ നൽകിയത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.